ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ സമൂസയാണ്. സമൂസയുടെ ഷീറ്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ബോൺലെസ് ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മാറിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. കുറച്ചായി വെള്ളം ചേർത്ത് ചപ്പാത്തിയുടെ മാവ് പോലെ കുഴച്ചെടുക്കാം. ഞാനിതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്ത ചീനച്ചട്ടിയിലേക്ക് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് മിക്സ് ചെയ്യാം. സവാള ഒന്ന് വഴന്ന് വന്ന ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ചിക്കൻ ക്രഷ് ചെയ്തെടുക്കാം. സവാളയിലേക്ക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പുതിനയില, മല്ലിയില, കറിവേപ്പില മിക്സ് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. ബോൾസ് ആക്കി വെക്കാം. എനിക്കിവിടെ 12 ബോൾസാണ് കിട്ടിയിരിക്കുന്നത്. അരിപ്പൊടി മിക്സ് ചേർത്ത് ഓരോന്നായി പരത്തി വെക്കാം. കംപ്ലീറ്റ് പരത്തിയ ശേഷം ഓരോന്നായി നോൺ സ്റ്റിക്ക് പാനിൽ ചുട്ടെടുക്കാം. 2 സൈഡും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് മൂടി വെക്കണം. ഇതേപോലെ എല്ലാ ഷീറ്റും ചെയ്ത ശേഷം സെൻട്രലായി കട്ട് ചെയ്യാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് വെള്ളവും ചേർത്ത് തിക്ക് പേസ്റ്റ് ആക്കി വെക്കാം. ഇനി ഓരോ ഷീറ്റ് എടുത്ത് സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇതേപോലെ ചുറ്റി കൊടുക്കാം. സൈഡിലായി മൈദ ബാറ്റർ തേച്ച് കൊടുക്കാം. ഫില്ലിങ്സ് വെച്ചിട്ട് സൈഡെല്ലാം മൈദ മിക്സ് കൊണ്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഞാനിവിടെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത്. 12 ഷീറ്റ് ഉള്ളത് കൊണ്ട് 24 സമൂസ ഉണ്ടാവും. അതുപോലെ ഒരു ഷീറ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ സമൂസയുടെ വലിപ്പം വളരെ ചെറുതായിരിക്കും. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതേപോലെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യാനുസരണം സമൂസ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കടയിൽ നിന്ന് സമൂസയുടെ ഷീറ്റ് വാങ്ങേണ്ട ആവശ്യവും വരുന്നില്ല.
ഷീറ്റ് വാട്ടിയത് കൊണ്ട് കൈകൊണ്ട് എങ്ങനെ മടക്കിയാലും പൊട്ടിപ്പോവില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സമൂസ മടക്കിയെടുക്കാൻ പറ്റും. കംപ്ലീറ്റ് സമൂസയും ഫോൾഡ് ചെയ്ത ശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴാണോ നമുക്കിത് ആവശ്യം ആ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ക്രിസ്പിയായി ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ്. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലാക്കുക. പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുകയും വേണം. ഇതേപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.